ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസകളിലും ഇപ്പോൾ ജനറലായിട്ടുള്ള മദ്രസകളിലൊക്കെ ഈ പാഠബുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുത്താൻ നമുക്ക് തേനിലാവിൻ്റെ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമത്തെ പാഠം വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് റസൂലുള്ള, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടാണ് നാം ഈ പാഠത്ത് പഠിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? നമുക്ക് പാട്ടാണ് കേട്ടോ. സയ്യിദുനാ നബി നൂറുല്ലാഹ് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്, നബിയുടെ ഉപ്പ അബ്ദുല്ലാഹ്, ആമിന ബീവി പൊന്നുമ്മ. ഒന്നും കൂടെ പാടാം. സയ്യിദുനാ നബി നൂറുല്ലാഹ് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്, നബിയുടെ ഉപ്പ അബ്ദുല്ലാഹ്, ആമിന ബീവി പൊന്നുമ്മ. തോഹ ജനിച്ചത് മക്കത്ത്, അവരെ വഫാത്ത് മദീനത്ത്, നേർവഴി കാട്ടി റസൂലുള്ളാഹ്, സല്ലി വസല്ലിം യാ അല്ലാഹ്. ഒന്നുകൂടെ. തോഹ ജനിച്ചത് മക്കത്ത്, അവരെ വഫാത്ത് മദീനത്ത്, നേർവഴി കാട്ടി റസൂലുള്ളാഹ്, സല്ലി വസല്ലിം യാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ പാട്ടിലൂടെ എന്താ പഠിച്ചത്? നമ്മുടെ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? നമ്മുടെ നൂറാണ്, നമ്മുടെ പ്രകാശമാണ്. നബിയുടെ ഉപ്പ ആരാണ്? അബ്ദുള്ള എന്നവരാണ്. നബിയുടെ ഉപ്പ അബ്ദുള്ള. ഉമ്മ, നബിയുടെ ഉമ്മ ആമിന ബീവിയാണ്. നബിയുടെ ഉമ്മ ആമിന ബീവിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ചോദ്യം വന്നാലോ? നബിയുടെ ഉപ്പ ആര്? നബിയുടെ ഉമ്മ ആര്? ആമിന ബീവിയാണ് പൊന്നുമ്മ. ആരുടേതാണ്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്, നമ്മുടെ നബിയുടെ. നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ ഓറലായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. നബി ജനിച്ചത് എവിടെയാണ്? മക്കത്താണ്. നബി ജനിച്ചത് മക്കത്ത്. അവരെ വഫാത്ത് എന്ന് പറഞ്ഞാൽ അവർ മരണപ്പെട്ടത് എവിടെയാണ്? മദീനത്താണ്. നമ്മുടെ നബി ജനിച്ചത് എവിടെ? നമ്മുടെ നബി ജനിച്ചത് എവിടെയെന്ന് വെച്ചാൽ മക്കത്ത്, മരണപ്പെട്ടത് മദീനത്ത്. അപ്പം അത് വഫാത്ത് എന്നാണ് ചോദ്യം വരിക. മനസ്സിലാക്കുക. വഫാത്ത് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടത്. നബി വഫാത്തായത് എവിടെ? മദീനത്താണ്. നമുക്ക് നേർവഴി കാട്ടിയത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോൾ അത് എഴുതി പഠിക്കുക. ഇതിൽ നമുക്കിത് വിട്ടഭാഗം വരും. അഷ്ഹദു അന്ന ഡാഷ് റസൂലുള്ളാഹ് എന്ന്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ മുഹമ്മദൻ എന്ന് എഴുതി കൊടുക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയുകയും ചെയ്യുക, എഴുതി പഠിക്കുകയും ചെയ്യുക. നമുക്ക് ആക്ടിവിറ്റി നോക്കിയാലോ? നസ്തമിയു വനക്കൂലു. എന്താണ് ഇവിടെ നമ്മൾ പഠിച്ച അപ്പുറപ്പോൾ നമ്മൾ പാഠത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ അറബിയിലൊക്കെ തന്നിട്ടുണ്ട്. അത് നമ്മൾ കേൾക്കുന്നു, പറയുന്നു. എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ അത് അറബിയിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ എഴുതി പഠിക്കണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല, എന്നാലും നല്ലതാണ് എഴുതി പഠിക്കുന്നത്. പിന്നെന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹ്. ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മക്കത്തുൽ മുക്കറം. നബി ജനിച്ചത് മക്കത്തുൽ മുക്കറമിലാണ്, മക്ക നഗരം. മദീനത്തുൽ മുനവ്വറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത്, വഫാത്തായത് മദീനയിലാണ്. അബ്ദുള്ള നബിയുടെ ഉപ്പയുടെ പേരാണ്. ആമിന നബിയുടെ
ഉമ്മയുടെ പേരാണ്. മനസ്സിലാക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്താണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ നബിയുടെ പേരാണെന്ത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്ക് നബിയുടെ പേര് കേട്ടാൽ എന്ത് ചൊല്ലണം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത്രയും ഭാഗം മുഹമ്മദ്, നബി മുഹമ്മദ്, മുസ്തഫ, പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് അവിടെ എഴുതാൻ കഴിയണം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ചോദ്യം വരാനുണ്ട്. അപ്പോൾ നബിയുടെ പേര് കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അപ്പോൾ സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്താണ്? സ്വലാത്താണ്. നമ്മുടെ നബിയുടെ മേലെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ എന്താണ് സ്വലാത്ത്? സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ വേർഡ്സുകളൊക്കെ പറഞ്ഞ് പഠിക്കുക. ഓക്കെ. പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. മുഹമ്മദ് നബിയുടെ പേര്, മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി. അപ്പോൾ അതൊക്കെ പഠിക്കുക. നമുക്ക് നുജ്ബ് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതൊന്ന് വായിച്ച് ഉത്തരങ്ങൾ പറയാം. നമ്മുടെ നബിയുടെ പേരെന്ത്? എന്താണ് നമ്മുടെ നബിയുടെ പേര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബി ജനിച്ചത് എവിടെയാണ് ജനിച്ചത്? മക്കയിലാണ്. നമ്മുടെ നബി ജനിച്ചത് മക്കയിലാണ്. അപ്പോൾ അത് ചോദ്യം കൂട്ടി പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മുടെ നബി ജനിച്ചത് മക്കയിലാണ് എന്ന് തന്നെ മക്കളെ പഠിപ്പിക്കട്ടോ. പിന്നെന്താണ്? നമ്മുടെ നബി വഫാത്തായത് എവിടെ? നമ്മുടെ നബി വഫാത്തായത് എവിടെയാണ്? മദീനയിലാണ്. നമ്മുടെ നബി വഫാത്തായത് മദീനയിൽ. അടുത്തതാ, നമ്മുടെ നബിയുടെ ഉമ്മ ആര്? നമ്മുടെ നബിയുടെ ഉമ്മ ആര്? നമ്മുടെ നബിയുടെ ഉമ്മയുടെ പേരെന്ത്? അങ്ങനെ ചോദിച്ചാലോ നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ നബിയുടെ ഉമ്മ ആമിന ബീവിയാണ്. ആമിന ബീവി. അടുത്തത്, നമ്മുടെ നബിയുടെ ഉപ്പ ആര്? നമ്മുടെ നബിയുടെ ഉപ്പയുടെ പേരെന്ത്? നമ്മുടെ നബിയുടെ ഉപ്പ അബ്ദുള്ള എന്നവരാണ്. അടുത്തതാ, നബിയുടെ പേര് കേട്ടാൽ എന്ത് ചൊല്ലണം? നബിയുടെ പേര് കേട്ടാൽ എന്ത് ചൊല്ലണം? നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നമ്മളിവിടെ നേരത്തെ സ്വലാത്ത് പഠിച്ചിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബിയുടെ പേര് കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പോൾ നബിയുടെ പേര് കേട്ടാൽ എന്ത് ചൊല്ലണം എന്ന് വെച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അടുത്തത് എന്താണ്? വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. നുക്മിൽ അഷ്ഹദു അൽ. അപ്പോൾ എന്താണ് ബാക്കി? എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ? ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അത് തന്നെയാണ് അവിടെയും വന്നത്. അഷ്ഹദു അൻ എന്നവിടെ ഉണ്ട്. ബാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി കൊടുക്കണം. അതുപോലെ അടുത്തത് എന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദൻ. ബാക്കി എന്താണ്? നമ്മൾ പഠിച്ചില്ലേ? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോൾ ഇവിടുന്ന് എവിടുന്നാണ് നമുക്ക് വിട്ട ഭാഗം വരിക നമുക്ക് പറയാൻ പറ്റില്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ നമ്മൾ ചേരാൻ വരും. ഇപ്പോൾ അതിൽ വന്നത് മുഹമ്മദൻ വരെ തന്നു, ബാക്കി എഴുതാൻ വന്നു. അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ട് എഴുതി പഠിക്കുക തന്നെ വേണം കേട്ടോ. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷം വന്നത് എന്നതിൻ്റെ മോഡൽ കാണാൻ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ ചോദ്യപേപ്പറൊക്കെ മനസ്സിലാക്കി കുട്ടികളെ ഓരോ പാഠഭാഗങ്ങളും പഠിപ്പിക്കുക. അപ്പോൾ എത്രയാണ് ഈ രണ്ടാമത്തെ പാഠത്തിൽ വന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.